കണ്ണൂരിൽ സമാധാനത്തിനുള്ള മുറവിളി ഉയരുമ്പോഴും കൊലപാതകം നിർത്താൻ ആഹ്വാനം ചെയ്യാതെ സിപിഎമ്മിന്റെയും ബിജെപിയുടെയും നേതാക്കൾ. കണ്ണൂരിൽ സമാധാന ചർച്ചയ്ക്ക് ഇനി RSS മുൻകൈയെടുക്കണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് കണ്ണൂരിലെ അക്രമമെന്നും കോടിയേരി ആരോപിച്ചു. എന്നാൽ സമാധാനം യാചിച്ച് AKG സെന്ററിൽ പോകില്ലെന്ന് BJP വ്യക്തമാക്കി. മുഖ്യമന്ത്രി പരാജയം സമ്മതിച്ചാൽ കേന്ദ്രം ഇടപെട്ട് സമാധാനം ഉറപ്പാക്കുമെന്നും BJP നേതാവ് MT രമേശ് പറഞ്ഞു. കണ്ണൂരിൽ സമാധാനം സ്ഥാപിക്കാൻ 2 തവണ മുഖ്യമന്ത്രി മുൻകൈയെടുത്തെന്ന് കോടിയേരി പറഞ്ഞു. അനന്ത്കുമാറിനോടും രാജ്നാഥ് സിംഗിനോടും സംസാരിച്ചു. നല്ല പ്രതികരണമല്ല ഉണ്ടായത്. അമിത്ഷായുടെ ആഹ്വാനപ്രകാരം കേരളത്തിൽ CPM-നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണിത്. ഇനി സമാധാന ചർച്ചയ്ക്ക് RSS മുൻകൈയെടുക്കണം, കോടിയേരി പറഞ്ഞു. RSSന്റെ ആരെങ്കിലും മുഖ്യമന്ത്രിയെ സമീപിക്കട്ടെ, മുഖ്യമന്ത്രിയെ സമീപിച്ച് സംസാരിക്കട്ടെ, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ മുഖ്യമന്ത്രി അതിനുള്ള സംവിധാനം സ്വാഭാവികമായിട്ടുണ്ടാക്കും. എന്നാൽ കോടിയേരിയുടേത് മാടമ്പി ഭാഷയാണെന്ന് BJP തിരിച്ചടിച്ചു. CPM കേന്ദ്രങ്ങളിൽ ഭിക്ഷയാചിച്ച് RSSും BJPയും പോകില്ലെന്ന് MT രമേശ് പറഞ്ഞു. സ്വന്തം ഉത്തരവാദിത്വം നിറവേറ്റാനാവില്ലെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചാൽ കേന്ദ്രം ഇടപെട്ട് സമാധാനം സ്ഥാപിക്കും. കേന്ദ്ര ഇടപെടലിനെ അംഗീകരിക്കുമോ എന്ന് CPM വ്യക്തമാക്കണം. തങ്ങളെ വന്നുകൊണ്ട് തങ്ങളുടെ കാല് പിടിച്ചാൽ മാത്രമേ എന്തും ചെയ്തു കൊടുക്കുകയെന്നുള്ള ഈ പഴയ ഒരു മാടമ്പി ഭാഷയാണ് കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയിട്ടുള്ളത്. അങ്ങനെ AKG സെൻറ്ററിൽ പോയി ക്ഷമയാചിച്ച് സമാധാനം ഉണ്ടാക്കേണ്ട ഒരു ബാധ്യതയും RSSനുമില്ല, BJPക്കുമില്ല. അക്രമം തുടരുന്നതിനിടെയാണ് കണ്ണൂരിൽ സമാധാനത്തിന് ആരാദ്യം തുടക്കം കുറിക്കണമെന്ന് ഇരു പാർട്ടികളും വാക്പോരിലാവുന്നത്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ, കോഴിക്കോട്. കണ്ണൂരിലെ രാഷ്ട്രീയ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ CPM-ഉം RSSും നിലപാട് വ്യക്തമാക്കിയതോടെ സമാധാനത്തിനുള്ള സാധ്യത മങ്ങുകയാണ്. ആര് ആദ്യം സമാധാനത്തിന് മുൻകൈയെടുക്കുമെന്നാണ് ഇപ്പോഴത്തെ തർക്കം. ഈ തർക്കത്തിന് പരിഹാരം കണ്ടാൽ മാത്രമേ സമാധാന നീക്കങ്ങൾക്കുള്ള വഴി തുറക്കൂ. കണ്ണൂരിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളും അക്രമങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇരു പാർട്ടികളുടെയും യോഗം വിളിക്കണമെന്ന ആവശ്യം ശക്തമായത്. എന്നാൽ ഇതിന് ആര് മുൻകൈയെടുക്കും എന്ന തർക്കമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ് അക്രമങ്ങളും കൊലപാതകങ്ങളും കൂടുതലുണ്ടായതെന്നും അതുകൊണ്ട് സമാധാന ശ്രമങ്ങൾക്ക് പിണറായി വിജയൻ മുൻകൈയെടുക്കണമെന്നുമാണ് BJPയുടെ ആവശ്യം. RSS സമാധാനാവശ്യവുമായി മുഖ്യമന്ത്രിയെ സമീപിക്കട്ടെ എന്നാണ് CPM-ന്റെ നിലപാട്. ഇരു പാർട്ടികളും സമാധാന ശ്രമങ്ങൾ നടത്തിയില്ലെങ്കിൽ കേന്ദ്രം ഇടപെട്ടാലും തെറ്റില്ലെന്നാണ് കണ്ണൂരിലെ കോൺഗ്രസിന്റെ നിലപാട്. ചർച്ചയ്ക്ക് AKG സെന്ററിലേക്കില്ല എന്ന നിലപാട് BJP സ്വീകരിച്ചതോടെ കണ്ണൂരിൽ സമാധാനം പുലരില്ല എന്ന സന്ദേശം കൂടിയാണ് പൊതുസമൂഹത്തിൽ എത്തുന്നത്. കേന്ദ്രം ഭരിക്കുന്ന BJPക്കും സംസ്ഥാനം ഭരിക്കുന്ന CPM-നും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ തുല്യ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് കണ്ണൂരിലെ പൊതുചർച്ച. എന്നാൽ രാഷ്ട്രീയ അക്രമങ്ങളെക്കുറിച്ച് ദേശവ്യാപകമായി പ്രചരണം നടത്താനാണ് ഇരു പാർട്ടികളും ശ്രമിക്കുന്നത്. RSS ആയുധം താഴെവെച്ചാൽ കണ്ണൂരിൽ സമാധാനം പുലരുമെന്ന് CPM-ഉം മറിച്ചാണെന്ന് BJPയും മത്സരിച്ച് പ്രചരണം നടത്തുകയാണ്. ആദ്യം ആര് കൊലപാതകം നടത്തിയെന്ന പ്രചരണത്തിലും ഇരു പാർട്ടികളും മത്സരിക്കുകയാണ്. സമാധാനം പുലരുന്നതിനേക്കാൾ സ്വന്തം ശക്തി വർദ്ധിപ്പിക്കാനാണ് ആക്രമണങ്ങൾക്കിടയിലും ഇരുവിഭാഗത്തിന്റെയും ശ്രദ്ധ. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ. കണ്ണൂരിൽ സമാധാനത്തിന് മുൻകൈയെടുക്കേണ്ടവർ എന്തിനു മടിച്ചു നിൽക്കുന്നു? RSS ചർച്ചയ്ക്ക് വരട്ടെ എന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവന സമാധാന നീക്കങ്ങളുടെ വഴിയടച്ചു. സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുകയാണ്. BJP നേതാവ് V മുരളീധരൻ, CPM നേതാവ് മുഹമ്മദ് റിയാസ്, കോൺഗ്രസ് നേതാവ് T സിദ്ദിഖ് എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ പങ്കെടുക്കുന്നു. ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജേക്കബ് ജോർജും ചേരുന്നു.